ജീവൻ ഒരു ചെറിയ ജീവിയുടേതാണെങ്കിൽ പോലും അത് ഏറ്റവും വലുതാണ് എന്ന് മനസ്സിലാക്കി ഒരു കൂട്ടം ചെറുപ്പക്കാർ കൊല്ലം ഉളിയക്കോവിലുള്ളവരാണ്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊല്ലം ഉളിയക്കോവിൽ ഒരു സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് ഒരു നായയെ കാർ ഇടിച്ചിട്ട് പോകുന്നു. ആ കാർ ഓടിച്ചയാൾ ആ കാറിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും നോക്കാൻ തയ്യാറാകുന്നില്ല. ആ സമയത്താണ് ഈ ചെറുപ്പക്കാരുണ്ടായിരുന്നത്. ഇവർ വിളിക്കുമ്പോഴാണ് നമ്മൾ ചെല്ലുന്നത്. ചെന്ന് കാണുമ്പോഴെന്ന് കൈ അതിൻ്റെ ഫ്രണ്ട് കൈയെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. കൈ ഒടിഞ്ഞ് കാലുമില്ലാതെ ചോര കിടക്കുക. അപ്പം അവിടെയുള്ള ഓട്ടോക്കാരടുത്തെല്ലാം ചെന്ന് ചോദിച്ചു. അപ്പം ഓട്ടോക്കാരും കൊണ്ടുവന്നൊന്നുമില്ല. ആരും മിണ്ടാപ്രാണിയാണ്, ആരും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ വേറൊരു ചേട്ടൻ അതുവഴി പോയി പുള്ളിയെ ഇവൻ വിളിച്ച് പറയാണ്, കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് പുള്ളി വന്നാണ്. പുള്ളിയുടെ ഓട്ടോയിലാണ് നമ്മളെടുത്ത് കൊണ്ടുവരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഓപ്പറേഷൻ ആയാലും സർജറി ആയാലും എക്സ്റേ ആയാലും രാവിലെ മാത്രമേ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉള്ളൂ. അല്ലാതെ ഒരു ഫെസിലിറ്റി നമുക്ക് നൈറ്റ് ഇല്ല. പകലല്ലാതെ നമുക്ക് പക്ക ഫെസിലിറ്റിയാണ്, എല്ലാം ഉണ്ട്. പക്ഷേ നൈറ്റ് നമുക്ക് എക്സ്റേ എടുക്കാനായാലും ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ തന്നെ 3-4 പേര് വേറെ വന്നിട്ട് പോയായിരുന്നു. അപ്പം നൈറ്റ് നമുക്ക് അവർ എക്സ്റേ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി അങ്ങനെ ഒന്നുമില്ല. അനീഷ് എന്ന് പറയുന്നത് ആ സാറ് നല്ല ഹെൽപ്പായിരുന്നു. വേറൊരു ചേട്ടനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും നമുക്കിവിടെ നിന്ന് 2 പേരാണുള്ളത്. അപ്പം പുള്ളി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫസ്റ്റ് എയ്ഡ് ചെന്ന് വിടാം, നിങ്ങളെന്താ വെച്ചാൽ നാളെ കൊണ്ടുവരും. അപ്പം നമ്മളെ വീട്ടിൽ വളർത്തുന്നതാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനിപ്പോൾ പറയാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ കൊണ്ട് വെക്കോളാന്ന് പറയാം. പക്ഷെ ഇത് നമുക്ക് തെരുവി അവിടെ വഴി കിടന്ന് കിട്ടിയതാണ്. വഴി നമ്മൾ കളഞ്ഞിട്ട് പോകാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നേ. ഞങ്ങൾ കൗൺസിലറിനെ ഞങ്ങളെ വിളിച്ച് ആ ചേട്ടൻ വന്ന് സംസാരിച്ചപ്പോഴാണ് ഞാൻ ആരെങ്കിലും നിൽക്കാമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ 4-5 പേര് പറഞ്ഞു ഞങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 4-5 പേര് ഒരു ഇന്നലെ ഒരു 9 തൊട്ട് ഇപ്പോൾ ഈ സമയം വരെ ഞങ്ങളിവിടെ നിൽക്കുക. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. പിന്നെ ഇന്നലെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ പിന്നെ ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല. പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ അപ്പം ഇങ്ങനെ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയിലിരിക്കുക. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായിട്ടൊന്ന് ഷെൽട്ടറിൽ എത്തിക്കണം. ഒരു ഷെൽട്ടർ ഉണ്ടോ നമുക്കിവിടെ? ഇപ്പം അതിനുള്ള ഒരു ഷെൽട്ടർ ഉണ്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ആയിട്ട് നമുക്കും അറിയത്തില്ല. അഞ്ചാലും കൂടി ഒരു ഷെൽട്ടർ നമ്മളെ കൗൺസിലർ റെഡിയാക്കി തന്നിട്ടുണ്ട്. എന്നാലും അവിടെ കൊണ്ടുപോയി അവരെങ്ങനെ ഏത് രീതിയിലാണ് പരിപാലിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പം അടുപ്പിച്ച് 4 ഡേയ്സ് ഇതിന് ആൻറ്റിബയോട്ടിക് വാക്സിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലേ ഇതിന് വേറെ രോഗങ്ങളും കാര്യങ്ങളൊന്നും വരാതെ ഇരിക്കത്തോളം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ള സാഹചര്യം നമുക്കില്ല. ഇത് കണ്ടിട്ട് ഇതിനെ ആരെങ്കിലും ഏറ്റെടുക്കാനുള്ള മൃഗസ്നേഹികൾ ആരെങ്കിലും ഉണ്ട് കൊള്ളായിരുന്നു. നമ്മൾ ജീവനല്ലേ, ജീവനായതുകൊണ്ടാണ് നമ്മൾ പോയി റോഡിൽ കിടന്ന് പൊലിയേണ്ടുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നത്. ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെഡിസിൻ ഫുള്ള് ആ പുള്ളിക്കാരാണ്. അപ്പം സർജറിക്ക് വേണ്ട പൈസ എല്ലാം ആ മനുഷ്യനാണ് ഫുള്ള് റെഡിയാക്കിയത്. എല്ലാം രാവിലെ, അതായത് ഞങ്ങളവസ്ഥ മനസ്സിലാക്കി പുള്ളിക്കാരൻ കാര്യം ഞങ്ങൾ നിൽക്കുമെന്ന് പുള്ളിക്ക് ഉറപ്പുണ്ടായിരുന്ന പുള്ളി പോയിട്ട് രാവിലെ കൃത്യം ഒരു 8-9 മണിയാകുമ്പോൾ പുള്ളിക്കാരൻ വന്നു. നിങ്ങൾ വീട്ടിൽ പോയിക്കോ മക്കളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി. ആ പുള്ളിക്കാരനാണ് ഫുള്ളും നിന്ന് ആ മെഡിസിൻ ആയാലും എല്ലാം 14,000 രൂപ പുറത്ത് ആ മനുഷ്യൻ്റെ പേര് നമുക്ക് അറിയത്തില്ല. പേരറിയാത്തൊരു വ്യക്തിയാണ്. ഇപ്പം നമ്മുടെ പേരറിയാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ആ നായക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പൈസയും എല്ലാം ഇവിടെയുള്ള സഹായം. പിന്നെ ഷെൽട്ടറിൻ്റെ കാര്യമായാലും കൗൺസിലറിനെ വിളിക്കാനും ഇവിടെയുള്ള കൗൺസിലറിനെ എല്ലാവരെയും വിളിച്ച് ആ പുള്ളിക്കാരനാണ് നമുക്ക് വേണ്ട ഇവിടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ സഹായം ചെയ്യുന്ന ആ ഒരു മനുഷ്യനാണ്. എന്തായാലും ഇവർ മാത്രമല്ല, ഇവർക്ക് പേര് പോലും അറിയാൻ വയ്യാത്ത മറ്റൊരു അജ്ഞാതനായിട്ടുള്ള വ്യക്തി, അദ്ദേഹമാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള പണം അടക്കം നൽകിയിട്ടുള്ളത്. ആ വ്യക്തി അടക്കമുള്ള ആൾക്കാരുടെ ഒരു സ്നേഹം, സഹജീവി സ്നേഹം, എന്തായാലും ഒരു ജീവനല്ലേ നേരത്തെ പറഞ്ഞ പോലെ, അത് നഷ്ടമായി പോകരുത് എന്നുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം തന്നെ പ്രവർത്തിച്ചത്. എന്തായാലും നല്ല മനസ്സിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഈ കൊല്ലംകാർക്ക് പൊതുവെ ഒരു ആക്ഷേപമുണ്ടല്ലേ, പപ്പടത്തിന്റെ പേരിൽ ലേസിന്റെ പേരിലൊക്കെ തല്ല് കൂടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞൊരു ആക്ഷേപം കേൾക്കാറുണ്ടല്ലേ. പക്ഷെ ഇതേ അങ്ങനെയൊന്നും അല്ല. ഈ ചെറുപ്പക്കാർ ശരിക്കും കൊല്ലംകാർക്ക് അഭിമാനിക്കാൻ കഴിയുന്നവരാണല്ലേ. ഇതേ ഒരു മിണ്ടാപ്രാണിയോട് ഇത്രയും ഒരു അനുകമ്പ തോന്നി അതിനെ രക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ എന്നതാണ് റിയൽ കൊല്ലം സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. കണ്ണൻ നായരാണ് നമുക്കൊപ്പം ചേർന്നത്. കണ്ണൻ, ഒരു മിണ്ടാപ്രാണിയോട് ഇത്രയും അനുകമ്പ കാണിക്കുന്ന ഒരു ചെറുപ്പക്കാർ നമുക്കിടയിൽ ഉണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ അഭിമാനം തോന്നുന്നു അല്ലേ. അപകടത്തിൽ പരിക്കേറ്റ് റോഡരികിൽ കിടക്കുന്ന മനുഷ്യരെ വാഹനത്തിൽ കയറ്റാൻ തയ്യാറാകാതെ വാഹനം മുന്നോട്ട് ഓടിച്ചു പോകുന്ന ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉള്ള നാട്ടിലാണ് ഒരു തെരുവുനായ, വേണമെങ്കിൽ ആ ചെറുപ്പക്കാർക്ക് ഒരു തെരുവുനായല്ലേ എന്ത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതൊരു ജീവനല്ലേ, ആ ജീവൻ രക്ഷിക്കുക എന്നുള്ള ജീവന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് അതിനെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു സംഘം കൂട്ടുകാർ, അവർ 4 പേരല്ല കുറേയേറെ കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും കൂടി ഒരു 10-15 ആൾക്കാരുണ്ട്. അവരുടെ ആ ഉളിയക്കോവിൽ പ്രദേശത്ത് സ്ഥിരമായി കാണുന്ന, ആ ജംഗ്ഷനിൽ കാണുന്ന ഒരു തെരുവുനായയാണ്. അത് അവർക്കെല്ലാവർക്കും വലിയ സ്നേഹമുള്ളതാണ്. ഒരു പെൺനായയാണ്. അവർക്കെല്ലാം വലിയ സ്നേഹമുള്ള ഒരു നായയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു അപകടം സംഭവിച്ച സമയത്ത് അവർക്കെല്ലാവർക്കും വിഷമമുണ്ടായി. ഈ അപകടം വരുത്തിയ വാഹനം അവിടെ നിർത്താതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് നിർത്തി എന്താണ് സംഭവിച്ചതെന്നെങ്കിലും നോക്കാമായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ വാഹനത്തിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയോ കേടുപാടുണ്ടായോ എന്നെങ്കിലും ആ വ്യക്തിക്ക് നോക്കാമായിരുന്നു. അതൊന്നും തയ്യാറാവാതെ
ഒരു തെരുവനായല്ലേ ചത്തുപോകുന്നെങ്കിൽ ചത്തുപോകട്ടെ എന്നുള്ള മനസ്സോടെ ആയിരിക്കാം ചിലപ്പോൾ ആ വാഹനം ഓടിച്ചാൽ കടന്നു പോയത്. പക്ഷേ അങ്ങനെ വിടാൻ ഈ ചെറുപ്പക്കാർക്ക് മനസ്സ് വന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ഏതു വിധേനയും ആ തെരുവുനായെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർ ആദ്യം ഒരു സമീപത്തെ ഓട്ടോറിക്ഷകളൊക്കെ തിരക്കി. പക്ഷേ അവിടെയൊന്നും ഓട്ടോറിക്ഷകൾ ഉണ്ടായിരുന്നില്ല. മറ്റൊരു വ്യക്തിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിൽ ദേവള്ളിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വെറ്ററിനറി ഓഫീസിലേക്ക് എത്തി. ആ സമയം ആയപ്പോഴേക്കും രാത്രിയായിരുന്നു. എല്ലാവരും പോകുന്നൊരവസ്ഥയിലാണ്. അവിടെ ഒരു ഡോക്ടർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ സർജറി വേണ്ടതാണ്, നാളെ എക്സ്റേ എടുത്ത് കാര്യങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ അസുഖം എന്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രാഥമിക പരിശോധനയിൽ അതിൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വന്നാൽ പൂർണ്ണമായിട്ടും സർജറി അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരുമെന്ന് ആ ഡോക്ടർ, അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ നൽകിയ ശേഷം അതിനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിക്കുക ചെയ്യുക. അതിനുശേഷം രാവിലെ തിരിച്ചു കൊണ്ടുവന്ന് ബാക്കിയുള്ള ചികിത്സ നൽകുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത്. പക്ഷേ ഒരു തെരുവുനായാണ് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെ അവസാനം അവിടുത്തെ ഉളിയക്കോവിൽ വാർഡ് കൗൺസിലർ അഭിലാഷ് അടക്കമുള്ള ആൾക്കാർ ഇടപെടുകയും അന്ന് രാത്രി, അതായത് ആ സംഭവം ഉണ്ടായ രാത്രി, ആ തെരുവുനായെ അവിടെ പാർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടി ചെയ്തു. പക്ഷേ ആ തെരുവുനായെ ആ ആശുപത്രിയിൽ വിട്ടിട്ട് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ അവർ തയ്യാറായില്ല. അവർ വന്ന സുഹൃത്തുക്കളെല്ലാം തന്നെ രാത്രിയിൽ അവിടെ കാത്തിരുന്നു. ആ സമയത്ത് ഈ സംഭവം അറിഞ്ഞ് തന്നെ കൊല്ലത്ത് തന്നെയുള്ളൊരു വ്യക്തി അവിടേക്ക് എത്തുകയും അദ്ദേഹം അതിനുവേണ്ട സഹായങ്ങളൊക്കെ തന്നെ ചെയ്യുകയും ചെയ്തു. പിന്നീട് തിരിച്ച് രാവിലെ 9 മണിയായപ്പോൾ കൊല്ലം സ്വദേശിയായിട്ടുള്ള ആ വ്യക്തി അവിടെ വരികയും ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള അജ്ഞാതനായിട്ടുള്ള വ്യക്തി എന്നാണ് പറയുന്നത്, ആ വ്യക്തി വരികയും അവിടെ എത്തി അവർക്ക് വേണ്ടിയുള്ള ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങൾക്കടക്കമുള്ള ഏതാണ്ട് 4,000-ഓളം രൂപ മുടക്കി ആ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. അങ്ങനെ അജ്ഞാതനായിട്ടുള്ള ഒരു വ്യക്തിയും ഇങ്ങനെയുള്ള സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ഒരു തെരുവുനായെ സംരക്ഷിച്ച ഒരു സംഭവമാണ് നമുക്ക് പറയാനുള്ളത്.